നരേന്ദ്രമോദിയും അമിത്ഷായും പദ്ധതികൾ തുടങ്ങിയിട്ട് കുറേയധികം നാളായെങ്കിലും ഇത്തവണ വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ അസാമാന്യ പോരാട്ടം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഇരുവരും കരുതിയതേയില്ല. ഒരുപക്ഷെ അവിടെ ക്രോസ് വോട്ടിംഗ് ഉൾപ്പെടെയുള്ളത് ഇന്ത്യ മുന്നണിയിലുള്ള ചില എംപിമാർ നടത്തിയില്ലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടായരെ ഈ ബില്ല് പാസാക്കിയെടുക്കാൻ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചതോടുകൂടി നിയമമാകുമെങ്കിലും പ്രതിപക്ഷത്തിന്റെ ഈ പോരാട്ടം അത് കൃത്യമായും ചരിത്രത്തിൽ എഴുതപ്പെടേണ്ട ഒന്നാണ്. 288 വോട്ടുകൾ 232 വോട്ടുകൾക്കെതിരെ നേടിയാണ് ലോക്സഭയിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ പാസ്സായതെങ്കിൽ രാജ്യസഭയിൽ 128-95 എന്ന രീതിയിലാണ് അവിടെ വഖഫ് ബിൽ പാസ്സാക്കിയെടുക്കാൻ ഇന്ത്യ മുന്നണിക്കെതിരെ NDAക്ക് കഴിഞ്ഞത്. ഇന്ത്യ മുന്നണി പതിവിലും ശക്തമാണ് എന്നുള്ള ഒരു സന്ദേശം ഈ ബിൽ പാസ്സാക്കിയെടുക്കുന്നതോടെ ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു. എപ്പോ വേണമെങ്കിലും NDAയുടെ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടേക്കാം. BJP ഒറ്റയ്ക്കല്ല ഭരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മുന്നണിയിൽ ചർച്ചയാകാത്തത് ഒരു കല്ലുകടിയായി NDAക്കുള്ളിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. TDPയുമായി കാര്യമായി ആലോചിച്ചിട്ടല്ല ഈ ബിൽ അവതരിപ്പിച്ചത് എന്നുള്ളത് വ്യക്തം. ഐക്യജനതാദളിനോട് പറഞ്ഞതല്ലാതെ മുന്നണി യോഗത്തിൽ കാര്യമായി അവരെ പങ്കെടുപ്പിച്ചില്ല. ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ബിൽ അവതരണ സമയത്ത് സഖ്യകക്ഷികളുടെ അനുമാനം എന്തായിരിക്കണം എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഇനി നിർണായകമാണ്. ഡീലിമിറ്റേഷൻ നടപടികൾ NDA അംഗീകരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ആന്ധ്ര മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു പ്രത്യക്ഷത്തിൽ മുന്നണിയെ ദുർബലപ്പെടുത്തട്ട എന്ന് വിചാരിച്ച സ്റ്റാലിനുമായുള്ള സമര പരിപാടിയിൽ പങ്കുചേരുന്നില്ല എന്നതേ ഉള്ളൂ. അതിനർത്ഥം സ്റ്റാലിന്റെ പദ്ധതികളോട് എതിർപ്പ് ഉണ്ട് എന്നല്ല. ഇന്ത്യ മുന്നണിയുടെ സംവിധാനങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ വളരെ വൈകാതെ തന്നെ NDA ഘടകകക്ഷികളും എത്തും എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. 2 കാരണങ്ങളാണതിൽ. ജനാധിപത്യം ഉൾപാർട്ടി തലത്തിൽ ഇല്ല. മുന്നണി സംവിധാനം എന്നത് NDAയിൽ വെറും തട്ടിക്കൂട്ടാണ് താനും. ഇന്ത്യ മുന്നണിയെ കളിയാക്കുമ്പോഴും ഇത്രയും ഒരു കൊളീജിയം ഉണ്ടായിട്ട് പോലും പാർലമെന്റിൽ ഒരു ശക്തമായ ഫോഴ്സായി അവർ നിൽക്കുന്നു. പ്രതിപക്ഷത്തിന്റെ സ്വരം ഏറെ കടുപ്പമേറിയതാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു അമിത്ഷായ്ക്കും പ്രധാനമന്ത്രിക്കും.